My soul rejoices in the Lord. ദൈവനാമം മഹത്വപ്പെടട്ടെ. ശ്രേഷ്ഠനായ വൈദികരെ, ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന എപ്പേർപ്പെട്ടവരുമേ, യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവിതം വെറുമയാക്കി സഹതായായി ലോകമെങ്ങും ആദരിക്കപ്പെടുന്ന ഗൗരീശ്വരതായുടെ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ ചെറിയ 2-3 ചിന്തകൾ മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഒരു ഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, അവൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്നവനായിരുന്നു. ഈ വലിയ ആശയമാണ് ഓർത്തഡോക്സ് സഭകളുടെ ഒക്കെയും വിശുദ്ധന്മാരോടുള്ള സംസർഗത്തിൻ്റെയും വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓർത്തഡോക്സ് സഭകളുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ, ലോകമെമ്പാടുമുള്ള ഓർത്തഡോക്സ് സഭകളുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ പോർട്രേറ്റിന് മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയുടെ മുമ്പിൽ ഒരു വിജിൽ ലൈറ്റ് കാണും. That vigil light, and we say the message that God is light. And the light doesn't dawn upon the saints, they are not saints. ദൈവം പ്രകാശമാകുന്നു. ദൈവത്തിൻ്റെ പ്രകാശം പരിശുദ്ധന്മാരുടെ മേൽ വീശുന്നു. ആ ദൈവത്തിൻ്റെ പ്രകാശം വിശുദ്ധന്മാരുടെ മേൽ വീശുന്നില്ല എങ്കിലും വിശുദ്ധന്മാരല്ല. അതുകൊണ്ട് ഈ വലിയ ഒരു രഹസ്യം, ഈ വലിയ ഫിലോസഫി, ഈ വലിയ തിയോളജി പഠിപ്പിക്കുന്നതിനാണ് നമ്മുടെ പള്ളികളുടെ ഒക്കെയും അകത്ത് വിശുദ്ധന്മാരുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഒരു വിജിൽ ലൈറ്റ് വെക്കുന്നത്. ആരാണ് വിശുദ്ധൻ, ആരാണ് സഹത എന്നൊക്കെയും നമ്മൾ പലപ്പോഴും ചിന്തിച്ച് പോകുന്ന കാര്യമാണ്. പലപ്പോഴും വിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ നാം ആഘോഷിക്കുമ്പോൾ എനിക്ക് എന്ത് ലഭിക്കും, അജ്ഞതയിൽ കൂടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു സംവിധാനം പോലും നമ്മുടെ ഇടയിൽ വന്നുകൂടുന്നുള്ള കാര്യം ഓർത്തു പോകുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞ് നിർത്തിക്കൊള്ളാം. മലയാറ്റൂർ പെരുന്നാളിൽ മലയാറ്റൂരപ്പച്ചന് പുതുഞാറാഴ്ച നേർച്ച വരുന്ന ഏറ്റവും വലിയൊരു ഐറ്റമുണ്ട്. അതിൻ്റെ പേര് ചൂല്. ആ ചൂല് നേർച്ച കൊടുക്കുന്ന സ്ത്രീകളാണ്. ആ സ്ത്രീകൾ നേർച്ച കൊടുക്കുന്ന ഈ ചൂലിന് വലിയൊരു രഹസ്യം അവർക്കുണ്ട്. ഇന്നത്തെ തലമുറയിൽ ഒരു പക്ഷേ കാണത്തില്ലായിരിക്കും. കാരണം അവർ ചിന്തിക്കുന്നു, മലയാറ്റൂർ അപ്പച്ചന് ഏറ്റവും നീളമുള്ള ചൂൽ കൊടുത്താൽ എനിക്ക് നീളമുള്ള തലമുടി കിട്ടും. ഇപ്പം ബോബ് കട്ടിക്കായതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ആവശ്യം കാണത്തില്ലായിരിക്കാം. അന്ധമായി വിശുദ്ധന്മാരോടുള്ള സംസർഗത്തിൽ ഒരു പരിധിയിലൊക്കെ നമ്മളായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുവാൻ ഈ ഭാഗം നമുക്ക് സഹായിക്കട്ടെ. നമ്മുടെ ഓർത്തഡോക്സ് തിയോളജിയുടെ അടിസ്ഥാനമനുസരിച്ച് ഈ വിശുദ്ധന്മാരുടെ ഓർമ്മ കഴിക്കുമ്പോൾ 2 കാര്യമാണ്. ഒന്ന്, ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നു, ദൈവത്തിന് സ്തുതി കരയറ്റുന്നു. കാരണം ഈ ഗൗരീശ്വരതായെ പോലെ ഒരാളിനെ, ഒരു സഹതായി ഞങ്ങൾക്ക് തന്ന ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കുർബാനയുടെ തുടക്കം മുതൽ അവ തീരുന്നവരെയും ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. മറ്റ് ചില ഇതര വിഭാഗക്കാരെ കൈയടിച്ച് സമർപ്പിക്കുന്ന രീതിയിലല്ല. അവർ വളരെ ഭക്തിയോടുകൂടും ആദരവോടുകൂടി ദൈവത്തിന് ആരാധന അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കാരണം ദൈവമേ, നീ ഞങ്ങൾക്ക് ഈ വിശുദ്ധനെ തന്നിരിക്കുന്നു. അവിടെ മാത്രം നമ്മൾ അവസാനിക്കുന്നില്ല, അവർക്ക് ബഹുമാനവും കൊടുക്കുന്നു. ആ ബഹുമാനവും കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ബാഹ്യമായിട്ടുള്ള അതുമായിട്ടുള്ള ബന്ധമൊക്കെയും അവരെ ബഹുമാനിക്കുന്നതിൻ്റെ സൂചകമായിട്ടാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മുടെ സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, പരിമൾ തിരുവേനിയെ പോലുള്ള, ദൈവമാതാവിനെ പോലുള്ള, അനേക വിശുദ്ധന്മാരെ പോലുള്ള, അല്ലെങ്കിൽ ഗൗരീശ്വരതായെ പോലെയുള്ള ആളുകളെ നമുക്ക് ദൈവം തന്നതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഒരു ചിന്ത കൂടെ നിങ്ങൾ മനസ്സിലേക്ക് വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ഈ പെരുന്നാളുകൾ കൊണ്ടൊക്കെയും നാം എന്താണ്
അനുഭവിച്ചറിയുന്നത്. വോട്ട് വി എക്സ്പീരിയൻസ് ഔട്ട് ഓഫ് അവർ സെലിബ്രേഷൻസ്, ദാറ്റ് ഈസ് വിത്ത് ഓൾ. അങ്ങനെ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം കൂടി ഉണ്ട്. ഗിവറീസ് എന്നാണ് ചരിത്രം എടുക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി പീഡകൾ സഹിച്ച, ഇന്ന് പ്രമേയോനിൽ വായിച്ചു കേട്ടല്ലോ, ധാരാളം പീഡകൾ അനുഭവിച്ചപ്പോഴും പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന പോലെ ആപത്തോ വാളോ രോഗമോ നഗ്നതയോ ഒന്നും നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് ദൈവമേ മാറ്റി നിർത്തുന്നില്ല. അതിനുവേണ്ടി അവർ ജീവിച്ചു. ദൈവസ്നേഹം അവർ മുൻനിർത്തി. അവർ തങ്ങളുടെ ജീവനെ വെറുമയാക്കി തീർത്തു, ശരീരത്തെ വെറുമയാക്കി തീർത്തു. ദൈവത്തിനെ സഹതായി സുഗന്ധവർഗമായി തീർന്നു. അപ്പോൾ അവർ സാക്ഷികളായിത്തീരുന്നു. ഇവർക്ക് ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലാണ് ആധാരമായി തീരുന്നത്. കാരണം ഈ ഭൗമ ജീവിതത്തിൽ ഈ ശരീരം കൊണ്ടൊന്നും നേടുന്നില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പഠിപ്പിച്ചത്, ഇറ്റ് ഈസ് നോട്ട് ദി ഫ്ലെഷ് ബട്ട് ദി സ്പിരിറ്റ് ദാറ്റ് ഗീവ്സ് ലൈഫ്, ബിക്കോസ് ഗോഡ് ഈസ് സ്പിരിറ്റ്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, ദൈവം ആത്മാവാകുന്നു. അങ്ങനെ ശരീരത്തിൽ ഉൾക്കൊള്ളുന്നതായ ഈ ആത്മാവിൻ്റെ ശോഭയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മുടെ ജീവിതം ഒക്കെയും. അങ്ങനെ എൻ്റെ ചിന്തയിൽ കൂടി കടന്നു വരുമ്പോൾ വേദപുസ്തകത്തിൽ യേശുതമ്പുരാൻ്റെ കാലത്തെ ജീവിച്ചിരുന്ന ഒരു സഹത, ഒരു പരിശുദ്ധനെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. ആ ചരിത്രം ഒരു പക്ഷെങ്കിൽ ബാക്കി വേദപുസ്തകത്തിലില്ല, ഒരു റെഫറൻസ് മാത്രമേ ഉള്ളൂ. ആ ചരിത്രം ഇങ്ങനെയാണ്. യേശുതമ്പുരാൻ കുരിശുമെടുത്തുകൊണ്ട് കാൽവറിയിലേക്ക് പോകുമ്പോൾ 14 സ്റ്റേഷൻസ്, 14 സ്റ്റേഷൻസ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ 5-ാമത്തെ ഒരു സ്റ്റേഷനിൽ ഒരു മനുഷ്യൻ വന്നുകൂടി. നമ്മുടെ ദുഃഖോടിയാഴ്ചത്തെ വേദപുസ്തക വായനയിൽ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അലക്സാന്ദ്രിയോസിൻ്റെയും റൂഫീസിൻ്റെയും പിതാവായ കുറേനക്കാരനായ ശിമോൻ അവനെ കുരിശ് ഏൽപ്പിക്കുന്നു. ആരായിരുന്നു ഈ കുറേനക്കാരൻ ശിമോൻ? ഹി വാസ് ബേസിക്കലി ജ്യൂ. ജനപ്രകാരം ജന്മന അവൻ ഒരു യഹൂദനാണ്. എന്നാൽ അവൻ്റെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുന്നതിന് വേണ്ടി ആഫ്രിക്കയിലെ ഒരു കുറേന എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയി. ആ കുറേന എന്ന സ്ഥലത്ത് അവൻ ജീവിക്കുമ്പോൾ തൻ്റെ വിവാഹം ഒരു ഗ്രീക്ക് വനിതയുമായി നടത്തി. അവർക്ക് ദൈവം 2 മക്കളെ കൊടുത്തു. ആ 2 മക്കളുടെ പേരാണ് അലക്സാന്ദ്രിയോസ് ആൻഡ് റൂഫസ്. ഇവിടെ പറയുന്നു, വയലിൽ നിന്ന് വന്നവനായ കുറേനക്കാരന് ശിമോൻ. എന്തുകൊണ്ടായിരുന്നു ഈ വയലിൽ നിന്നുള്ള റെഫറൻസ്? കാരണം ഒരു യഹൂദ നിയമപ്രകാരം ഒരു യഹൂദൻ ലോകത്ത് എവിടെയായിരുന്നാലും പെസഹ പെരുന്നാളിനെ വന്ന് സംബന്ധിക്കുക എന്നുള്ളത് പാരമ്പര്യമാണ്, നിയമമാണ്. അപ്പോൾ ഇസ്രയേൽ വിട്ട്, ജെറുസലേം വിട്ട് തൻ്റെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുന്നതിന് വേണ്ടി ആഫ്രിക്കയിലെ കുറേന എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ 2 മക്കളും കൂടി പെസഹ പെരുന്നാളിനെ സംബന്ധിക്കുവാനായിട്ട് വന്നു. പെസഹ പെരുന്നാളിനെ സംബന്ധിച്ചതിന് ശേഷം പിന്നീട് അവരുടെ നടപടി കുഞ്ഞുങ്ങളെയും കൂട്ടി ജെറുസലേമൊക്കെ ഒന്ന് കാണിക്കുക. ജെറുസലേമിൽ പെസഹ പെരുന്നാൾ സമയത്ത് അതിഭയങ്കര ആൾക്കൂട്ടമാണ്. വിദേശീയർ ധാരാളമായിട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്യും. താമസിക്കുവാൻ സ്ഥലമില്ല. അങ്ങനെ ഈ കുറേനക്കാരനായ ശിമോന് താമസിക്കാൻ കിട്ടിയ സ്ഥലമാണ് വയലിനടുത്തുള്ള ഒരു വീട്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് വയലിൽ നിന്ന് വന്ന കുറേനക്കാരനായ ശിമോൻ എന്ന് പറയുന്നത്. അവൻ അലക്സാന്ദ്രിയോസിനെയും യൂറോഫസിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് തൻ്റെ സഹധർമ്മിണിയോടൊപ്പം ഇവരുടെ മാതാവിനോടൊപ്പം നടന്നിങ്ങനെ വരുമ്പോൾ ഒരു കാഴ്ച കാണുന്നു. ഒരു മനുഷ്യനെ, മലയാള ഭാഷയിൽ പറയുന്ന കുറച്ച് പോലീസുകാരുടെ അങ്ങോട്ട് ഉപദ്രവിക്കുന്നു.
അവൻ്റെ കയ്യിൽ ഒരു കുരിശുണ്ട്, അവൻ്റെ ഇടത്തും വലത്തുമായിട്ട് 2 കുരിശുണ്ട്. അങ്ങനെ 3 കുരിശും പേറിക്കൊണ്ട് 3 മനുഷ്യർ യാത്ര ചെയ്യുന്നു. അപ്പോൾ കുറേനക്കാരനെ ശിമോൻ ഈ പോലീസുകാരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവരെ കുരിശിക്കുന്നത്? ഇപ്പോൾ 2 പേരുടെ കാര്യത്തിന് വേറെ നിയമമാണ്. ഈ നടുക്കിലെ ഒരു മനുഷ്യനെ കുരിശിക്കുന്നതിൻ്റെ കാര്യം ഇവൻ ദൈവദോഷം പറഞ്ഞവനാണ്, ഇവൻ ദൈവമായിട്ട് പ്രഖ്യാപിച്ചു, അതുകൊണ്ടാണ് അവനെ കുരിശിക്കുന്നത്. അപ്പോൾ കുറേനക്കാരനെ ശിമോൻ പറയുന്നു, അവനെ കുരിശിക്കുക തന്നെ ചെയ്യണം. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം അവന് കുറച്ച് ആർദ്രഭാവം തോന്നുന്നു. ഈ കുരിശും പേറിക്കൊണ്ടുവരുന്ന ഈ കുറേനക്കാരനായ ശിമോനെ കണ്ടപ്പോൾ, യേശുവിനെ കണ്ടപ്പോൾ കുറേനക്കാരനായ ശിമോൻ ആകപ്പാടെ തളർന്നു പോകുന്നു. ശാന്തനായ സുന്ദരനായ ഒരു മനുഷ്യൻ്റെ കൂടെ ദേഹത്തുകൂടി രക്തമൊഴിക്കുന്നു, ഭാരമേറിയ കുരിശും കൊണ്ടുവരുന്നു. അവൻ അറിയാതെ വിളിച്ചുപോയി അയ്യോ എന്ന്. അയ്യോ എന്ന് വിളിച്ചപ്പോൾ പോലീസുകാർ നോക്കി, എന്നാൽ നിനക്കിരിക്കട്ടെ ഒരു പണി, ഈ കുരിശ് നീ താങ്ങിക്കൊള്ളാൻ പറയും. അങ്ങനെ കുറേനക്കാരനെ ശിമോനെ കുരിശ് താങ്ങുവാനായിട്ട് ഏൽപ്പിച്ചു. ഇവിടെ മുതലാണ് കുറേനക്കാരനായ ശിമോൻ്റെ രക്തസാക്ഷിത്വം ആരംഭിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുവൻ എന്നെ അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൻ്റെ കുരിശും പേറിക്കൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ കുരിശ് താങ്ങുന്നുള്ള നമ്മുടെ ഭൗതിക ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കഷ്ടതയും പ്രയാസവും ഒക്കെയും സഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശിനെ ഓർത്തുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ത്യാഗപൂർണ്ണമായ ജീവിതത്തെ ഓർത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ്. എങ്കിലും എങ്ങനെ ഇത് കുറേനക്കാരനായ ശിമോന് രൂപാന്തരമുണ്ടായി? ഇങ്ങനെ നടന്ന് പോകുന്തോറും ഇവന് കിട്ടിയ അപമാനമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കുരിശ്. കാരണം ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ധനാഢ്യനായ ഒരു മനുഷ്യൻ, പേരും പെരുമയുള്ള ഒരു മനുഷ്യൻ, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിന്ദ്യമായ ഒരു കുരിശേൽപ്പിക്കുമ്പോൾ യഹൂദ സമൂഹത്തിൽ ഇതിൽ പകരം ഒരു ഹ്യൂമിലിയേഷൻ മറ്റൊന്നുമില്ല. ആ കുരിശ് എടുത്തുകൊണ്ട് ശിമോൻ അവിടുത്തെ 5ാമത്തെ സ്റ്റേഷനാണ്. ഐ ലേൺ ദ ടേംസ്. 5ാമത്തെ സ്റ്റേഷൻ ഇനിയും കിടപ്പുണ്ട്, 9 സ്റ്റേഷനൂടെ കിടപ്പുണ്ട് ഗോകുൽത്ത വരെ പോകണമെങ്കിൽ. അപ്പോൾ ഓരോ സ്റ്റേഷൻ കഴിയും തോറും ഈ മനുഷ്യൻ ഈ കുരിശുമായിട്ട് അങ്ങ് താതാത്മ്യം ചെയ്യുന്നു. അങ്ങനെ താതാത്മ്യം ചെയ്യുമ്പോൾ അവൻ യാത്ര ചെയ്ത് യേശുവുമായിട്ട് he could identify with Christ who was bearing the cross. ഇതാണ് ഏറ്റവും വലിയ അവൻ്റെ രഹസ്യം. അങ്ങനെ യാത്ര ചെയ്ത് ഓരോ നിമിഷം കഴിയും തോറും യേശുവുമായിട്ട് അവൻ താതാത്മ്യം ചെയ്യുകയാണ്. ഇവൻ്റെ കുരിശ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കഷ്ടത അവൻ സ്വയം വരിക്കുകയാണ്. അങ്ങനെ വരിച്ച് ഗോകുൽത്തായിൽ അവനെ കുരിശിച്ചപ്പോൾ അവൻ അറിയാതെ കരഞ്ഞു, അയ്യോ, ഞങ്ങളുടെ യഹൂദ നിയമത്തിൽ ഒരുവനെ ശിക്ഷിക്കുക എന്നുള്ള നിയമമാണല്ലോ ഉള്ളതെങ്കിൽ ഇവനെ കുരിശിൽ തറച്ചു കഴിഞ്ഞപ്പോഴും ഇവൻ പ്രാർത്ഥിച്ചു, പിതാവേ ഇവരോട് കനിയണമേ എന്ന്. അങ്ങനെ ഞങ്ങളുടെ യഹൂദ പാരമ്പര്യത്തിൽ മനുഷ്യനില്ല. കുരിശിൽ തറച്ചു കഴിഞ്ഞപ്പോഴും ഈ കുറേനക്കാരനായ ശിമോൻ ഈ കുരിശുമായിട്ട് താതാത്മ്യം ചെയ്യുന്നു. അവിടെ നിന്ന് അവൻ കാണുന്നു, കുരിശിൽ നിന്ന് ബോഡി ഇറക്കുന്നു. അതിനുശേഷം അവനെ കല്ലറയിൽ വെക്കുന്നു. കല്ലറയിൽ വെച്ചപ്പോൾ ഇതുകൊണ്ടുകൂടി ആയിരിക്കും നമ്മുടെ പിതാക്കന്മാർ എഴുതിയത്, നിൻമുറിവുകളിൽ നേറ്റേൻ മൂറോൻ പണമെന്നാഥ. ഗോകുൽത്തായിൽ വീണ രക്തത്തിൻ്റെ ഗന്ധം മൂറോൻ പോലെ ആ പ്രദേശം മുഴുവൻ പരന്നു. അതിൻ്റെ മാസ്മരികതയിൽ ഈ കുറേനക്കാരൻ ശിമോൻ ഒന്നുമില്ലാതായി. അവൻ കുരിശിനോട് താതാത്മ്യം ചെയ്തു. താതാത്മ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും അവൻ കൂടെ താമസിക്കുകയാണല്ലോ. അപ്പോഴാണ് അവൻ മനസ്സിലായത്, ഈ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് കഴിയുന്ന വാർത്ത കൂടെ അറിഞ്ഞപ്പോൾ കുറേനക്കാരനായ ശിമോൻ, അവൻ്റെ ഭാര്യ, ഈ 2 കുഞ്ഞുങ്ങൾ, അവർ തീരുമാനമെടുത്തുകൊണ്ട് തിരിച്ച് പിന്നെയും ആഫ്രിക്കയിലേക്ക് പോവുകയാണ്.
ആ ചരിത്രത്തിന് ചെറിയ റെഫറൻസ് മാത്രം വേദപുസ്തകത്തിൽ ഉണ്ട്. അവർ കുറേന എന്ന സ്ഥലത്ത് തിരിച്ചെത്തിയതിനു ശേഷം ഈ കുറേനക്കാരനായ ശീമോൻ ക്രൈസ്തവ വേലയ്ക്ക് ഇറങ്ങിയിട്ട് അവരൊരു ബിഷപ്പായിട്ട് തീർന്നു. ഇന്ന് ആസ്വദിക്കുന്ന സുഖസൗകര്യങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു ബിഷപ്പായി തീർന്നു. അതിനുശേഷം അവിടെയും തീരുന്നില്ല, അവൻ്റെ ഭാര്യ ഒരു ക്രിസ്ത്യാനിയായിട്ട് തീരും. അവിടെയും തീരുന്നില്ല, ഈ രണ്ട് മക്കൾ ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങിയതിനാൽ അവരും രണ്ട് ബിഷപ്സായിട്ട് തീർന്നു. അവസാനം എങ്ങനെയാണല്ലോ ചുരുങ്ങുന്നത്? നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നു, ഇവിടെ രണ്ടിടത്തും ഈ കുറേനക്കാരനായ ശിമോൻ എന്ന് പറയുന്ന വാക്കിന് പകരം അവൻ്റെ അമ്മയെക്കുറിച്ചും പേര് പറയാതെ പറയുന്ന കണ്ടാണ് അൽഫോസിൻ്റെയും അലക്സാന്ദ്രസിൻ്റെയും റൂഫിയസിൻ്റെയും പിതാവായ എന്നാണ് പറയുന്നത്. ശ്ലീഹ പറയുന്ന എന്താണ്? അലക്സാന്ദ്രസിൻ്റെയും റൂഫിയസിൻ്റെ അമ്മയായ എൻ്റെ അമ്മയെ ഞാൻ വന്ദനം ചെയ്യുന്നവൻ. നോക്കണം, 3 പേര് ക്രിസ്തീയ രക്തസാക്ഷികളായി തീർന്ന അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ സഹതായൊക്കെയും നമ്മളെ വാഴ്ത്തി പൂഴ്ത്തുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വെളിച്ചം വിശുദ്ധന്മാരും വീഴുമ്പോൾ നിങ്ങളും ഞാനും വിശുദ്ധന്മാരായിത്തീരുന്നു. ഈ സഹതാകാർ മാത്രമല്ല വിശുദ്ധന്മാർ, മെത്രാച്ചന്മാർ മാത്രമല്ല, ഞങ്ങൾ അച്ഛന്മാർ മാത്രമല്ല, രാജകീയ പുരോഹിത വർഗം ആണെങ്കിൽ എല്ലാവരും ഈ പുരോഹിത സഹതാമാരെ ശ്രേഷ്ഠയായ ദൈവമക്കൾ ആണ്. അപ്പോൾ യേശുവിന് സാക്ഷിയാകുന്ന ജീവിത അനുഭവം ആണ്. നമുക്കറിയാമല്ലോ, ഈ ഉയർപ്പ് കാലയളവിൽ നമ്മെ പഠിപ്പിക്കേണ്ടത് ഇതുതന്നെയാണ്. ഈ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നാമെല്ലാം ഇങ്ങനെ ആർജിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ഇന്ന് പെരുന്നാളിന് വന്ന പലരുടെയും ചിന്ത എൻ്റെ മോൻ്റെ ജോലി പോകാതെ ഗൾഫിൽ ഒരു ജോലി പിന്നെയും കിട്ടണം, ഇരട്ടി ശമ്പളത്തിന് കിട്ടണമെന്നായിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ മകളുടെ കല്യാണം ഉടനെ തന്നെ നടത്തണമെങ്കിൽ ഗൗരീസഭ പ്രാർത്ഥിക്കണമെന്നായിരിക്കും. പിന്നെ ഞാൻ 2 കോഴിയെ കൂടെ വെട്ടിയേക്കാം, ഗൗരീസഭ എൻ്റെ കോഴികളെയൊക്കെ നോക്കണം. ഇതെന്നൊക്കെയും മാറിയിട്ട് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അവിടെയാണ് ധന്യമായ ജീവിതം ഉണ്ടാകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നുള്ള ഈസ്റ്റർ നാളുകളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈസ്റ്റർ കാലയളവിലൊക്കെയും സിമ്പിൾസായിട്ട് ചില കാര്യങ്ങളുണ്ട്. ലിലി പുഷ്പം, മുട്ട, പിന്നെ അങ്ങനെയുള്ള ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫീനിക്സ് പക്ഷി. ഈ ഫീനിക്സ് പക്ഷിയുടെ ഒരു സവിശേഷത ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലേക്ക് ഏറ്റവും ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബേർഡ് ഇൻ വേൾഡ്. യു മൈ നോട്ട് ഹാവ്, I might not have seen, but it is believed that this is the most beautiful bird in the world. And maybe an assumptive bird ആയിരിക്കാം. പക്ഷേ ഈ പക്ഷി വളരുന്നത് അമ്ല വെള്ളത്തിലാണ്, ആസിഡ് കലർന്ന വെള്ളത്തിലാണ് വളരുന്നത്. ഈ ആസിഡ് കലർന്ന വെള്ളത്തിൻ്റെ അകത്ത് വളർന്ന് ഇവൻ മരിക്കുന്ന ആസിഡ് വെള്ളത്തിൻ്റെ അകത്ത് ചാരമായിട്ട് തീരുകയാണ്. ഈ ആസിഡിൻ്റെ എക്സിറ്റ് കൂടി കഴിയുമ്പോൾ ഈ ബേർഡ് ചാരമായിട്ട് തീരും. ഈ ബേർഡ് ചാരമായി തീർന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ ഒരു പക്ഷി ഉണ്ടാവും. അങ്ങനെ ഭോഷാ നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ല എങ്കിൽ മുളയ്ക്കുന്നില്ല എന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലൻ്റെ പഠിപ്പിക്കൽ കൂടി നമുക്ക് ബലമായിരിക്കട്ടെ. ഇവിടെ ക്രിസ്തുവിന് വേണ്ടി ശരീരത്തെ മുഴുവൻ വെറുമയാക്കുന്ന പരിമളത്തിനുവിനെ പോലെ ദൈവം നമുക്ക് തന്ന ആ പരിശുദ്ധന്മാരൊക്കെയും അവരുടെ ജീവിതം വെറുമയാക്കിക്കൊണ്ട് അവർ ക്രിസ്തുവിനെ സ്നേഹിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിനെ ആരാധിച്ചു. 2 ടേം ഉണ്ട്. നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് ഈ ലവ് എന്ന് പറയുന്നൊരു വാക്കും ലസ്റ്റ് എന്ന് പറയുന്ന 2 വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. അതിനെ ലവ് എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ സ്നേഹം എന്ന് പറയും, ലസ്റ്റ് എന്ന് പറയുന്നതിന് മോഹം എന്ന് പറയും. അപ്പം ലവ് മീൻസ്
what I can give for others. Lust means what I can get from others. എനിക്ക് എന്ത് കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ സ്നേഹം. അത് മോഹമാണ്, അത് സ്നേഹമല്ല. ദാമ്പത്യ ജീവിതത്തിൽ ഒരമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് 4 അരി വെച്ച് കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും അവരുടെ ഹസ്ബൻഡിനും ഒക്കെയും കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം കുടിക്കാൻ വേണ്ടി പഴുകിഞ്ഞൂടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന അവളെക്കുറിച്ച് അവൾക്ക് ബോധ്യമില്ല. What she can be able to give for her children and husband, there takes place the love. ഒരു പക്ഷേ ഭർത്താവിൻ്റെ ആഗ്രഹം എനിക്ക് വയറ് നിറച്ച് കിട്ടുമെന്നായിരിക്കും. അവനാണ് ഈ സമ്പത്തുണ്ടാക്കി കൊടുക്കുന്നത്. എന്നിരുന്നാൽ തന്നെ അതുകൊണ്ട് നമ്മുടെ ദൈവാരാധന സ്നേഹമായിട്ട് തീരണം, മോഹമായിട്ട് തീരണം. അതുകൊണ്ട് ഗൗരി സഹതായുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിനം നാം ഒക്കെയും യഥാർത്ഥ സ്നേഹത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ഈ പെരുന്നാൾ വിജയിച്ചു. അതുകൊണ്ടായിരിക്കും ഇന്നലെ ഒരു പക്ഷേ സന്ധ്യാപ്രാർത്ഥനയിലും നിങ്ങൾ വളരെ ഞാൻ നീതിമാന്മാരുടെ ഇടയിൽ വസിച്ചിട്ടും എനിക്കൊരു പ്രയോജനമില്ല. കാരണം അവരുടെ സുഹൃത്ത് നടപടികൾ ഞാനൊന്ന് കണ്ടുപഠിച്ചിട്ടില്ല. ഗൗരി സഹതായെ ബഹുമാനിക്കുമ്പോൾ അദ്ദേഹത്തെ ആരാധിക്കാനല്ല, അദ്ദേഹത്തെ ബഹുമാനിക്കുമ്പോൾ നമുക്ക് ദൈവം തന്ന അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ കുർബാനയിലെ തക്സായിരും തന്നെയാണ്. ഇന്ന് ഞങ്ങൾ ആരുടെ ഓർമ്മയെ കഴിക്കുന്നു, ആ വിശുദ്ധൻ, ആ അമ്മ, അവൾ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ തിയോളജി. അപ്പോൾ അതും പ്രകാരം ഈ വിശുദ്ധൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും നാം അവനു വേണ്ടി പ്രാർത്ഥിപ്പാനും അങ്ങനെ പരസ്പര പ്രാർത്ഥനയിൽ കൂടി ഈ ശൃംഖല ഉയർന്നു വരുവാനും തക്കവണ്ണം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്ന ഏതെങ്കിലും ഒരു നന്മയെങ്കിലും ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷത്തോടുകൂടി സ്വകീയമാക്കുവാൻ കഴിയുന്നു എങ്കിൽ ഈ പെരുന്നാൾ സമൃദ്ധമായി അനുഗ്രഹകരമായി ദൈവം കരുണ ചെയ്യട്ടെ. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്നഭിഷിക്തമുഖം തിരുപ്പിക്കൽ നിന്ദാസന്താവി